പിയിൽ പെയിൻ മെഡിസിൻ ഒ പിയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റാണ് ബാക്ക് പെയിൻ, അല്ലെങ്കിൽ റാഡിക്കുലോപ്പതി, അല്ലെങ്കിൽ കയ്യിലോട്ട് കടഞ്ഞിറങ്ങുന്ന വേദന. എന്ന് വെച്ചാൽ ഡിസ്ക്, നമ്മുടെ കഴുത്ത്, ഡിസ്ക്, സ്പൈന്, നട്ടെല്ലുമായിട്ട് സംബന്ധിച്ചുള്ള വേദന എന്ന് പറയുന്നത് ആക്സിയൽ പെയിൻ എന്നൊക്കെ പറയും. അത് നമ്മളെ ഏറ്റവും നടുവിലുള്ള എല്ലാണ് ഈ സ്പൈന് എന്ന് പറയുന്നത്. ഈ വേദന ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണങ്ങൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ചികിത്സിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇത് പല കാരണം കൊണ്ട് വരാം. ആളുകൾക്ക് കൂടുതലായിട്ട് ജോലി ചെയ്യുന്നവർ, കുനിഞ്ഞ് ജോലി ചെയ്യുന്നവർ വരാം. ചില ആൾക്ക് ജനറ്റിക്കലായിട്ട് മസിലിന് ബോണില്ലാത്തൊരു സ്ട്രെങ്ത് ഇല്ലാത്തവർക്ക് വരാം. വേറെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് വരാം. വേറെ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയവർക്ക് വരാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർജറി കഴിഞ്ഞവർക്ക് വരാം. ഇങ്ങനെ പല കാരണം കൊണ്ടും പല ആളുകൾക്കും പല രീതിയിലുള്ള വേദനകൾ. ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കംപ്ലയിൻ്റാണ് ബാക്ക് പെയിൻ, കാലിലോട്ട് കഴിയുന്ന വേദന എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ഡിഫറൻഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു വേദന റാഡിക്കുലോപ്പതി, അല്ലെങ്കിൽ റാഡിക്കുലൈറ്റിസ്, അല്ലെങ്കിൽ റാഡിക്കുലർ പെയിൻ, അല്ലെങ്കിൽ ഷിയാറ്റിക്ക എന്ന് വെച്ചാൽ നമ്മളെ കാലിലോട്ടുള്ള നരമ്പിലോട്ടുള്ള വേദന, കഴഞ്ഞിറങ്ങുന്ന വേദന. അതിന് ഏറ്റവും കൂടുതലായിട്ടുള്ള കാരണമാണ് ഡിസ്ക് ബൾജ്. നമ്മുടെ കാലിലോട്ടുള്ള നമ്മൾ കൂടുതലായിട്ട് കാണുന്ന L4 L5 അല്ലെങ്കിൽ L5S1 എന്ന് വെച്ചാൽ ഏറ്റവും താഴെ ഒരു സാധനം ഇങ്ങനെ നിർത്തിയാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ അതിൻ്റെ പവർ അല്ലെങ്കിൽ വെയിറ്റ് വരുന്ന അതിൻ്റെ താഴെ ഭാഗത്തായിരിക്കും, അതിൻ്റെ ഫ്ലോറിന് അറ്റാച്ച് ചെയ്തായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ നട്ടെല്ല് വെച്ചിരിക്കുന്നത് നമ്മുടെ പെൽവിസ് ബോണിലാണ്, നമ്മളെ ഉള്ള ബോണിലാണ്. അവിടെയാണ് ഏറ്റവും ലോഡ് വരിക. ആ ഏരിയയാണ് L5S1 എന്ന് പറയുന്നത്. അവിടെ ലോഡ് വരുന്നു, അവിടെ ഡിസ്ക് ബൾജാവുന്നു, അല്ലെങ്കിൽ ഡിസ്ക് തള്ളുന്നു, അല്ലെങ്കിൽ ഡിസ്ക് ഊർന്നിറങ്ങുന്നു എന്നൊക്കെ പറയും. എക്സ്ട്രൂഷൻ, മൈഗ്രേഷൻ എന്നൊക്കെ പറയും. ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു വട്ടം. ഡിസ്ക് എന്ന് വെച്ചാൽ നമ്മളെ സാധാരണ CD ഡിസ്ക് എന്ന് പറയുന്ന ഒരു വട്ടമാണ്. അതിൻ്റെ സപ്പോർട്ട് നമ്മളെ നട്ടെല്ലുകൾക്ക് ഉണ്ടാകുന്ന സപ്പോർട്ട്, അതായത് രണ്ട് നട്ടെല്ലിൻ്റെ അടിയിലൊരു കുഷൻ, ഒരു സോഫ്റ്റ് ടിഷ്യൂ, അതിൻ്റെ ഉള്ളിൽ കുറേ വെള്ളം, ജെല്ല് പോലെയുള്ള സാധനമാണ്. അതിന് തന്നെ നമ്മളെ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഷോക്ക് അബ്സർവർ പോയാൽ നമ്മൾ നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഡിസ്ക് എന്ന് പറയുന്നത്. ഡിസ്കിന് പല അസുഖങ്ങളുണ്ടാകും. ഡീജനറേഷൻ ഉണ്ടാകും. പ്രായം കൂടുന്തോറും എല്ലിന് തേയ്മാനം എന്ന് പറയുക, ഡിസ്കിന് തേയ്മാനം വരാം. ഡീഹൈഡ്രേഷൻ ഉണ്ട്, വെള്ളം, അതിനുള്ള ജലാംശം നഷ്ടപ്പെടാം, ചുരുങ്ങിപ്പോവാം. അതേപോലെ അതിന് ടിയർ ഉണ്ടാവാം, അതായത് ലാനുലാർ ടിയർ. അതിൻ്റെ 3-4 ലെയറായിട്ടാണ്. അതിന് ചെറിയ കീറൽ അല്ലെങ്കിൽ പൊട്ടലുണ്ടായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ദ്രാവകം ഒലിക്കാം. അങ്ങനെ കാലിലോട്ടുള്ള നരമ്പിലോട്ടുള്ള തട്ടാം. അല്ലെങ്കിൽ നമ്മുടെ ബൾജ് ഉണ്ടായ എന്തെങ്കിലും പ്രഷർ കൂടുക, എന്തെങ്കിലും വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ചെയ്യുക, ചാടുക, ഇതിൻ്റെ ശേഷമുള്ള വേദന വരിക. അങ്ങനെ ബൾജ്, അതായത് ഇങ്ങനെ നിൽക്കുന്ന വട്ടത്തിൽ നിൽക്കുന്ന സാധനം ബൾജ് ചെയ്ത് നിൽക്കുക. അതിനാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. ഈ വേദനകൾ സാധാരണ രീതിയിൽ എല്ലായിടത്തും ഉണ്ടാകും. നട്ടെല്ലുണ്ടാകുന്ന എല്ലായിടത്തും ഉണ്ടാകും. കഴുത്തിൽ വരുമ്പോൾ സെർവിക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയും. സെർവിക്കൽ എന്ന് വെച്ചാൽ ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള നട്ടെല്ലിൻ്റെ പേരാണ് സെർവിക്കൽ സ്പൈൻ എന്ന് പറയുന്നത്. ഈ സെർവിക്കൽ റാഡിക്കുലോപ്പതി വരുമ്പോൾ സാധാരണ രീതിയിൽ ഇനീഷ്യലി അത് നമ്മൾ കഴുത്തിൽ നിന്ന് ഇങ്ങോട്ട് ഷോൾഡറിലോട്ട്, ഇപ്പോൾ ഈ വലത് ഭാഗത്താണ് ഡിസ്ക് ബൾജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് കൊണ്ട് മാത്രമാണെന്നില്ല, അവിടെ ഓസ്റ്റിയോഫൈറ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെർവ് ഇഷ്യൂ, ഇറിറ്റേഷൻ കൊണ്ട് വേദന വരാം. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസ്ക് ബൾജ് വലത് ഭാഗത്താണെങ്കിൽ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇങ്ങോട്ട് ആദ്യം വരും, പിന്നെ അത് മെല്ലെ കയ്യിലോട്ട് കടഞ്ഞിറങ്ങും, പിന്നെ അങ്ങനെ കൈയിൻ്റെ വിരലിലോട്ടും തരിപ്പ് അല്ലെങ്കിൽ കടച്ചിലായിട്ട് വരാം. ചിലവർക്ക് അസഹ്യമായിട്ടുണ്ടാവും, അക്യൂട്ട് റാഡിക്കുലോപ്പതി എന്ന് പറയാം, പെട്ടെന്നുള്ള നെർവ് കംപ്രഷൻ കൊണ്ട് വരും. ചിലവർക്ക് ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ വരും. ചിലവർക്ക് ഷോൾഡറിൽ മാത്രം ഉണ്ടാവും, ചിലർക്ക് പകുതി വരെ, ചിലവർക്ക് തള്ളവിരൽ മാത്രം, ചിലർക്ക് ചെറുവിരൽ മാത്രം. അങ്ങനെയാണ് കഴുത്ത് ഉണ്ടാകുന്ന ഡിസ്ക് ബൾജ്, സെർവിക്കൽ റാഡിക്കുലോപ്പതി. ചില ആളുകൾക്ക് തന്നെ കഴുത്തിൻ്റെ താഴെ നമ്മൾ ചെസ്റ്റ് ഏരിയ, ഡോർസൽ സ്പൈൻ എന്ന് പറയും, തൊറാസിക് സ്പൈൻ, അതിവിടെ ഡിസ്ക് ബൾജ് ഉണ്ടായാലും ചിലപ്പോൾ നമ്മളെ ചെസ്റ്റിലോട്ട് ഇങ്ങനെ റേഡിയേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ വരാം. പക്ഷെ അത് വളരെ റയറാണ്, അധികം കാണാറില്ല, പക്ഷെ അതും കാണാറുണ്ട്. അതും അതിന് കഴുത്ത്. പിന്നെ നമ്മളെ തൊറാസിക് ഏരിയ കഴിഞ്ഞാൽ നമ്മൾ ലംബാർ, നമ്മളെ ഊരഭാഗം അല്ലെങ്കിൽ ബാക്ക് വയർ, തണ്ടൽ ഭാഗം, അവിടെ ഡിസ്ക് ബൾജ് ഉണ്ടാകുമ്പോഴാണ് നമ്മളെ കാലിലോട്ട് വരിക. ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നം കൂടിയാണ്. കാരണം പല ആളുകളും പല രീതിയിലുള്ള ചികിത്സകൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ടാണ് യൂഷ്വലി നമ്മൾ പെയിൻ മെഡിസിൻ ഒബിയിലോട്ട് വരാറ്. ചില ആളുകൾക്കെല്ലാം വർഷങ്ങളുടെ പഴക്കം. ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത് അത്ഭുതവും വിഷമവും തോന്നും. ചില ആളുകൾ ഗൾഫിലെല്ലാം അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ജോലിയെല്ലാം നിർത്തിയിട്ട് വരിക, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരിക, ചില ആളുകൾ അങ്ങനെ അതിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാവുക, അല്ലെങ്കിൽ ചില ആളുകൾ കാലുകൾ കുഴഞ്ഞു പോവുക, ചില ആളുകൾക്ക് അത് സർജറി ചെയ്തതിന് ശേഷം വീണ്ടും വേദന വരിക. അങ്ങനെയൊക്കെ പല സിനാരിയോസും നമ്മളിതിൽ ഈ ഡിസ്ക് കാരണമുള്ള വേദന കാണുന്നുണ്ട്. കാരണം
ഈ ഡിസ്കിൻ്റെ അല്ലെങ്കിൽ നട്ടലിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമ്മളിപ്പോൾ ഒരു വിരലിൽ അല്ലെങ്കിൽ ഇവിടെയെല്ലാം ചെറിയ ഡാമേജ് ഉണ്ടായി നമുക്ക് പെട്ടെന്നത് അത് തുന്നിയിട്ട് അല്ലെങ്കിൽ സർജറി ചെയ്തിട്ട് മാറ്റാം. എന്തെങ്കിലും എല്ല് പൊട്ടിയിട്ട് സ്ക്രൂ ഇടാം, അങ്ങനെയെല്ലാം പറ്റും. പക്ഷേ ഇത് നമുക്ക് അനങ്ങാതെ വെക്കാം, ഇവിടെ കൈ അടക്കി വെക്കാം. അല്ലെങ്കിൽ വേറെ ഷോൾഡറിലാണെങ്കിൽ ഷോൾഡർ ഇങ്ങനെ അനങ്ങാതെ. പക്ഷേ നമ്മൾ ഡിസ്ക് അല്ലെങ്കിൽ നട്ടെല്ല് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ഇരുന്നാലും കുനിഞ്ഞാലും നടന്നാലൊക്കെ എപ്പോഴും ഒരു മൂവബിൾ, എപ്പോഴും ലോഡ് വരുന്ന സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാറിൻ്റെ ടയർ പോലെ എന്ന് പറയാം. നമുക്കിപ്പോൾ കാറിൻ്റെ ഒരു ഹോൺ അല്ലെങ്കിൽ ലൈറ്റ് പോയാൽ നമുക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, നമ്മളെ വിരൽ പോലെ തന്നെ. പക്ഷെ കാറിൻ്റെ ടയർ ഇല്ലെങ്കിൽ നമുക്ക് അതിന് വെയിറ്റ്, ഫുൾ ബോഡിയുടെ വെയിറ്റ് താഴ്ന്ന അത് നട്ടിലാണ്. അതേപോലെ തന്നെ കാറിൻ്റെ ടയർ എന്ന് പറയുന്നത്, അതില്ലെങ്കിൽ നമുക്കൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഈ ഡിസ്കിൻ്റെ ഇതെന്ന് പറയുന്നത്. ഈ ഡിസ്കിൻ്റെ വേദനകൾ അത് പല രീതിയിലാണ് ആളുകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. ചില ആളുകൾക്ക് പറയും എനിക്ക് 10 വർഷം മുമ്പ് ചെറുതായിട്ട് ബാക്ക് വേദന ഉണ്ടായിരുന്നു, അത് മെല്ലെ മെല്ലെ അങ്ങനെ കുറച്ച് കാലം ഉണ്ടായിരുന്നു, പിന്നില്ല, പിന്നെ അങ്ങനെ ഇടയ്ക്ക് കൂടി, പിന്നെ ഇപ്പം അടുത്ത് എന്തോ വെയിറ്റ് എടുത്ത് പൊന്തിച്ചു, അല്ലെങ്കിൽ ഇപ്പം അടുത്ത് കുറേ വീട്ടു ജോലി ചെയ്തു, അതിൻ്റെ ശേഷം കൂടി, പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് കൂടി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നടന്നപ്പോൾ പിന്നെ കാലിലോട്ട് വരാൻ തുടങ്ങി, പിന്നെ ഇപ്പോൾ ഭയങ്കര അസഹ്യമായിട്ടുള്ള വേദന തുടങ്ങി, ഇങ്ങനെയൊക്കെ പറയും. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മളെ കാലിലോട്ടുള്ള ഞരമ്പുകൾ, പ്രത്യേകിച്ച് L4, L5, S1, ഈ ഞരമ്പുകളിലോട്ട് ആ ഡിസ്ക്, എല്ലാവർക്കും ചിലപ്പോൾ ഡിസ്ക് ബൾജ് ഉണ്ടാവും. കാരണം നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒത്തിരി വേർ ലോഡ്, പ്രത്യേകിച്ച് കുറച്ച് തടിയുള്ളവർ, കുറച്ച് കുടവയറുള്ളവർക്കൊക്കെ ഡിസ്ക് ബൾജ് വളരെ കൂടുതലായിട്ട് കാണാം. പക്ഷെ എല്ലാവർക്കും വേദന ഉണ്ടായിക്കോണമെന്നില്ല. ആ ഞരമ്പ് ബൾജ് ചെയ്തിട്ട് ഡിസ്ക് ബൾജ് ചെയ്താൽ പ്രൊട്ടൂഡ് അവിടെ ലീക്കാവുക, ആനുലാർ ടിയർ വന്നിട്ട് അവിടെ ഡിസ്കിൻ്റെ ഉള്ളിൽ ദ്രാവകം ലീക്കായിട്ട് നമ്മുടെ കാലിലോട്ടുള്ള ഞരമ്പെല്ലാം അതിലോട്ട് തട്ടുമ്പോഴാണ് ആ ഞരമ്പ് പോകുന്ന വഴിയിലുള്ള ഏരിയയിൽ വേദന കടഞ്ഞിറങ്ങുന്നത്. അതുവരെ ചിലർക്ക് ബാക്കിൽ മാത്രം വേദന ഉണ്ടാവും. ഇങ്ങനെ എണീറ്റ് നടക്കുമ്പോൾ ബാക്കിൽ പെട്ടെന്നൊരു പിടുത്തം പോലെ വേദന, അതൊക്കെ ഉണ്ടായി. മിക്ക ആളുകളും ഹിസ്റ്ററിയിൽ പറയും എനിക്ക് ആദ്യം വേദന ഉണ്ടായപ്പോൾ ഭയങ്കര ബാക്ക് വേദനയായിരുന്നു, ഊരായിരുന്നു, അല്ലെങ്കിൽ തണ്ടിൽ നിന്ന് എണീക്കാനേ പറ്റിയിരുന്നില്ല, അതിൻ്റെ ശേഷം മെല്ലെ മെല്ലെ ശരിയായി, ഒഴിഞ്ഞതൊക്കെ ശരിയായി എന്ന് പറയും. പിന്നെ കുറേ കാലത്തിന് ഇല്ലായിരുന്നു. ഈ കുറേ കാലത്തിന് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് കാലത്തിനുണ്ട്, പിന്നെയും വന്നു, പിന്നെയും ഇടയ്ക്ക് കൂടുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പറ്റുന്ന ഒരു മുറി പോലെ തന്നെ നമ്മളെ ബോഡി നമുക്ക് എന്തുണ്ടായാലും അത് റിപ്പയർ ചെയ്യാൻ നോക്കും. നമ്മൾ പനി ഉണ്ടായാലും ചിലപ്പോൾ നമ്മൾ പാരസെറ്റമോൾ കഴിക്കാൻ തന്നെ ചിലർക്കെല്ലാം മാറും, ചിലർക്ക് അതിൻ്റെ ബോഡിയുടെ റിപ്പയർ മെക്കാനിസം അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസാണ്. നമ്മളെ ഒരു മുറിവുണ്ടായാലും 2 ദിവസം കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നീരെല്ലാം വന്ന് അത് ഓട്ടോമാറ്റിക് നമ്മൾ ഓയിൻമെൻറ്റ് തേച്ചില്ലെങ്കിലൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പയർ ചെയ്യും. അതേപോലെയാണ് ഡിസ്കും. നമ്മുടെ ബോഡിയിലെ ഡിസ്ക് ഡാമേജ് ഉണ്ടായി, അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായി, അവിടെ ഞരമ്പിന് നീർക്കെട്ട് ഉണ്ടായാൽ നമ്മളെ ശരീരം, നമ്മുടെ ബ്രെയിനെല്ലാം മാക്സിമം പണിയെടുത്തിട്ട് മാക്സിമം അവിടെയുള്ള നീർക്കെട്ട് കുറക്കാനും ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള എല്ലാം ചെയ്യും. അതുകൊണ്ടാണ് മിക്ക ആളുകൾക്ക് കുറച്ച് റെസ്റ്റ് എടുത്താൽ അല്ലെങ്കിൽ കുറച്ച് നീര് പോലുള്ള മരുന്ന് കഴിച്ചാലെല്ലാം ഇത് മാറുന്നത്. അത് മിക്കവാറും സാധാരണ രീതിയിൽ 4 ആഴ്ച മുതൽ 6 ആഴ്ച എന്നിട്ട് 1.5 മാസം കൊണ്ട് മാറും. ഈ 1.5 മാസം കൊണ്ട് മാറുന്നില്ല, വീണ്ടും വേദന ഉണ്ടായതിൻ്റെ വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇത് ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് അല്ലെങ്കിൽ റാഡിക്കുലോപ്പതി, അതായത് അവിടെ നീര് വലിഞ്ഞു പോകാനുള്ള റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളെ ബോഡി ട്രൈ ചെയ്തിട്ടും അത് നടന്നില്ല എന്നാണ്. അത് പിന്നെ അവിടെ ഇങ്ങനെ കടച്ചിലായിട്ട് നമ്മളെ കാലിലോട്ട് ഞരമ്പിലോട്ട് ഇങ്ങനെ ഇറങ്ങും. ഇതാണ് നമ്മൾ റാഡിക്കുലോപ്പതി എന്ന് പറയും. സാധാരണ രീതിയിൽ ഇത് നമ്മൾ മെഡിസിൻ കഴിക്കുക, ഫിസിയോതെറാപ്പി ചെയ്യുക, എന്നിട്ടൊന്നും മാറുന്നില്ല എങ്കിൽ നമ്മൾ ഇൻട്രാക്ഷൻ പെയിൻ മെഡിസിൻ ഒപ്പീനിയനിൽ നമ്മൾ MRI എടുക്കാൻ പറയും. MRI എല്ലാവർക്കും എടുക്കുന്നത് നമ്മൾ ക്ലിനിക്കലായിട്ട് അസസ് ചെയ്ത് നോക്കും ഇവർക്ക് എത്രത്തോളം വേദനയുണ്ട്, ജസ്റ്റ് മെഡിസിൻ മതിയോ അല്ലെങ്കിൽ ജസ്റ്റ് എക്സസൈസ് മതിയോ, അല്ലെങ്കിൽ കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് പറയും. നമ്മൾ നട്ടലിൻ്റെ അവിടെ സ്ട്രെങ്തൻ ചെയ്യുക, നമ്മൾ വയറ് സ്ട്രെങ്തൻ ചെയ്യുക, ഇതൊക്കെ ചെയ്താൽ നമുക്കത് ഒരു ബാക്കിലെ പിടുത്തം കിട്ടും, സപ്പോർട്ട് കിട്ടും. അത് മതിയോ നോക്കും. ഇല്ല, നല്ല വേദന ഉണ്ട്, നല്ല അസഹ്യമായ വേദന, നമ്മൾ MRI എടുക്കാൻ പറയും. MRI എടുത്തിട്ട് നമ്മൾ അത് നോക്കും എത്രത്തോളം ഡിസ്ക് മാത്രമാണ് തള്ളിയിരിക്കുന്നത്, അവിടെയുള്ള ലിഗമെൻറ്റും ഫ്ലാവം, അതല്ലേ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, വേറെ എന്തെങ്കിലും സിസ്റ്റ് ഉണ്ടോ, വേറെ എന്തെങ്കിലും ഫാസറ്റിലുള്ള വേദനയാണോ. നമ്മൾ ഫാസറ്റ് 2 നട്ടിൽ നമ്മൾ ബന്ധിക്കുന്ന ജോയിൻറ്റ്, ഫാസറ്റ് ജോയിൻ്റ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിലൊക്കെ നീരിറങ്ങിയാലും തേയ്മാനം ഉണ്ടായാലും ഇങ്ങനെ വേദന വരാം. കാലിലോട്ട് വന്നില്ലെങ്കിലും ഊരയിലോട്ട് വേദന. അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സാക്റ്റ് ലൊക്കേഷൻ എന്തുകൊണ്ടാണ് വേദന എന്ന് അറിയാനാണ് യൂഷ്വലി നമ്മൾ MRI എടുക്കാൻ ആവശ്യപ്പെടുക. എല്ലാവർക്കും എടുക്കണമെന്നില്ല, കുറച്ച് പഴക്കമുള്ള വേദന അല്ലെങ്കിൽ അസഹ്യമായിട്ടുള്ള വേദനകൾക്ക് നമ്മൾ MRI എടുക്കാൻ പറയും.
ഈ MRI എടുത്തിട്ട് സാധാരണ രീതിയിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നത് ന്യൂറോപ്പതിക് മെഡിസിൻസ് ആണ്. അത് നമ്മളെ ബ്രെയിനിന് നമ്മളെ സിഗ്നൽസ്, പെയിൻ സിഗ്നൽസ് കുറക്കാനുള്ള മെഡിസിൻസാണ് കൊടുക്കുന്നത്. ഈ മെഡിസിൻസ് കൊടുത്താൽ അത് കുറേ പേർക്ക് സമാധാനം ഉണ്ടാകും. അതിൻ്റെ കൂടെ എക്സസൈസും ഇതൊക്കെ ചെയ്താൽ ചില ആളുകൾക്ക് നമ്മൾ ചെറിയ ബൾജ് ഉണ്ടാവുള്ളൂ, നല്ല വേദന ഉണ്ടാവും. ചില ആളുകൾക്ക് നല്ല ബൾജ് ഉണ്ടാവും, പക്ഷേ ഒരു പ്രശ്നമില്ലാതെ നടക്കുന്നവരുണ്ട്. അതാണ് പറഞ്ഞത്, ഇതൊക്കെ ഭയങ്കര സബ്ജക്റ്റീവാണ്. കാരണം നമ്മുടെ ബോഡി ഓരോരുത്തരുടെ മെക്കാനിസം, ഓരോരുത്തരുടെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ്, റിപ്പയർ ചെയ്യുന്ന പവർ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ തീരെ വേദന കുറയുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതിനുള്ള ഓരോ ഇൻഡിക്കേഷൻസും, നല്ല വേദന ഉണ്ട്, നല്ല തള്ളിച്ചുകൊണ്ട് കാല് പൊക്കാൻ പറ്റുന്നില്ല, പവറില്ല, അല്ലെങ്കിൽ MRIയിൽ ഡിസ്ക് മൈഗ്രേഷൻ, ആ ഡിസ്ക് ഇങ്ങനെ തള്ളിയിട്ട് താഴോട്ട് ഊർന്നിറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല സ്പൈനൽ കോഡിലോട്ട് കംപ്രഷൻ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്യണം. സ്പൈൻ സർജനെ കണ്ടിട്ട് നമ്മൾ എൻഡോസ്കോപ്പി, താക്കോൽ ദ്വാര വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള വഴിയോ ആയിട്ട് സർജറി ചെയ്തിട്ട്, അതായത് മെക്കാനിക്കൽ ബ്ലോക്ക്, നമുക്ക് കംപ്രഷൻ ഉണ്ടെങ്കിൽ കംപ്രഷൻ അത് ഒഴിവാക്കണം. അല്ല നേരെ മറിച്ച് അവിടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ റാഡിക്കുലോപ്പതി, ചെറിയ ബൾജായിട്ടുള്ള നമുക്ക് അവിടെ നേരിട്ട് അവിടെ മെഡിസിൻ എത്തിക്കാൻ പറ്റും. നമ്മൾ ഈ കഴിക്കുന്ന മെഡിസിനെല്ലാം എൻ്റെ 100% ഒന്നും അവിടെ ഡിസ്ക് ബൾജ് ഉണ്ടാകുന്ന അടുത്ത് എത്തിയോണമെന്നില്ല. അതിന് പകരമായിട്ട് നമുക്ക് നേരിട്ട് അവിടെ ലോ ഡോസ് സ്റ്റിറോയിഡ്, ലോക്കൽ അനസ്തെറ്റിക് മിക്സ്ചർ നമ്മൾ കൊടുക്കുന്നു. ഇതിൻ്റെ കൊടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ നീർക്കെട്ട് കുറക്കാനും വേണ്ടി, അല്ലെങ്കിൽ നമ്മളവിടെ ഡിസ്ക് ഒന്നായിട്ട് ഉള്ളിലോട്ട് തള്ളി മാറ്റുന്നില്ല. ഡിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഇന്ന് ഉള്ള നാളെ അത് ഓട്ടോഫാജി എന്ന് പറയുന്ന പുതിയ തിയറി ഇവിടെ വരുന്നുണ്ട്. ഡിസ്ക് നമ്മളെ ബോഡി തന്നെ, അത് നമ്മളെ ബോഡി തന്നെ ഡിസ്കിനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കഴിച്ചിട്ട് അവിടെ കാല് ക്ലിയർ ആക്കും സാധാരണ. പക്ഷെ അത് എത്രത്തോളം പഴക്കമുള്ളതിനനുസരിച്ച് ഇരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് അവിടെ എക്സ്റേ മെഷീൻ വഴി നമുക്ക് എവിടെ ഡിസ്ക് കുടുങ്ങി കിടക്കുന്നത് അവിടെ നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റും. അത് എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല. നല്ല സ്പൈനൽ കോഡ് കംപ്രഷൻ അല്ലെങ്കിൽ നല്ല കനാസ്റ്റിനോസിസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഡിസ്ക് തൂങ്ങി കിടക്കുന്നവർക്ക്, പഴക്കം ചെന്നവർക്കൊന്നും ചിലപ്പോൾ അത്രയും സക്സസ് ആയിരിക്കണം എന്നില്ല. നല്ല വേദന ആയാലും നല്ല കുറയും. പവർ കിട്ടണമെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി, എക്സസൈസ് എല്ലാം ചെയ്തെടുക്കണം. അവിടെ നമ്മൾ മെഡിസിൻ കൊടുക്കും, PRP, നമ്മളെ ബ്ലഡിൽ നിന്ന് എടുത്തുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എല്ലാം കൊടുക്കാൻ പറ്റും. ഇതെല്ലാം കൊടുത്താൽ പെട്ടെന്ന് റിസൾട്ട് വരില്ല. മെല്ലെ മെല്ലെ അവിടെ നീര് പറഞ്ഞ് ഈ PRPക്കെല്ലാം കുറേ ബെനിഫിറ്റ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് വെച്ചാൽ അവിടെയുള്ള ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറക്കും, അവിടെയുള്ള ആ വഴി ക്ലിയർ ആക്കും, അവിടെയുള്ള ഈ നെർവ് നമ്മളെ ലംബാർ ഡെർമറ്റോമൽ നെർവ്സ് അവിടെ മെല്ലെ റിപ്പയർ, റീജനറേഷൻ വരെ മെല്ലെ ആകും. പെട്ടെന്നല്ല, ഒരു 6 ആഴ്ച മുതൽ 6 മാസം കൊണ്ട് തന്നെ മെല്ലെ ഇതാക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി, കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് എല്ലാം ചെയ്യും. ഇത് നമ്മൾ ചെയ്യണം. ഇത് നമ്മൾ കഴുത്തിലെ റാഡിക്കുലോപ്പതിക്കും ചെയ്യാം, സെർവിക്കൽ റാഡിക്കുലോപ്പതി ചെയ്യാം, കാലിലോട്ടുള്ള റാഡിക്കുലോപ്പതിക്കും ചെയ്യാം. ഇത് ചിലപ്പോൾ ചിലർക്ക് ചെയ്താൽ ഫുള്ളായിട്ട് സക്സസ് ആയിക്കോണമെന്നില്ല. അതൊക്കെ ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഒരു 40-50% പെയിൻ കുറവുണ്ട്, പിന്നെയൊന്ന് നല്ല ബെനിഫിറ്റ് വേണമെങ്കിൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ PRP റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. തീരെ ബെനിഫിറ്റ് ഇല്ല, വയറ്റുനിന്ന് പോകാൻ ബുദ്ധിമുട്ട്, അതേപോലെ കാലിനുള്ള വീക്ക്നെസ് വരും, അങ്ങനെയാണെങ്കിൽ അവരൊക്കെ എന്തായാലും സർജറി ചെയ്തേ പറ്റൂ. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. പനിയുണ്ട്, ക്ഷീണമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സർജറി, റെഡ് ഫ്ലാഗ് സൈൻ സർജറി ചെയ്യണം. അപ്പോൾ ഈ ഡിസ്ക് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാലിലോട്ടുള്ള കടച്ചിലെ വേദന എന്ന് വെച്ചാൽ അത് അത്ര വെച്ചിരിക്കാൻ പാടില്ല. ചിലവർ നമ്മൾ വെക്കുന്ന പേഷ്യൻ്റ്, നമ്മൾ ആദ്യം അലോപ്പതി പോകും, അവിടെ ആയുർവേദ പോകും, അവിടെ ഇവിടുന്ന് പോകും, ഇങ്ങോട്ട് പോകും. ഇപ്പോൾ ഒരു ഗ്യാപ്പുണ്ട്, 1.5 മാസം 2 മാസം കൊണ്ട് വേദന തീരെ കുറയുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ MRI എടുത്തിട്ട് സ്പൈൻ അല്ലെങ്കിൽ പെയിൻ ഫിഷ്യൻ്റെ അടുത്ത് പോയിട്ട് അതിനുള്ള ഡയറക്റ്റായിട്ട് അവിടെ മെഡിസിൻ കൊടുത്തിട്ട് അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ. നമ്മൾ നോക്കേണ്ടത് ഇഞ്ചക്ഷൻ കൊണ്ട് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവരുത്. നല്ല ട്രെയിൻഡ് ആയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഒരു പെയിൻ ഫിഷ്യൻ്റെ അടുത്തും ചെയ്യുക, എന്നിട്ട് റെസ്റ്റ് എടുത്ത് ഫിസിയോതെറാപ്പി ചെയ്യുക, എന്നിട്ട് മെല്ലെ മെല്ലെ മെഡിസിൻ എടുത്തിട്ട് റെഡിയാക്കി കൊണ്ടുപോകുക. കാരണം അത് നന്നായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ ഈ നട്ടെല്ലെന്ന് പറഞ്ഞാൽ. നമുക്കതിൻ്റെ അവിടുത്തെ ഡിസീസ് മോഡിഫൈ ചെയ്യുക, അവിടെയുള്ള അസുഖങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ റെഡിയാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഡിസ്കിലെ പറ്റില്ല ഏറ്റവും നല്ലത്. നേരെ മറിച്ച് നല്ല വേദന ഉണ്ട്, കുഴച്ചിലുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബെസ്റ്റ് ഓപ്ഷൻ സർജറി തന്നെയാണ്. അത് വൈകിക്കരുത്. അത് ന്യൂറോസ്പൈൻ സർജന്മാരെ കണ്ട് സർജറിയാണ്. ഇത്രയാണ് നമുക്ക് ഡിസ്കിനെ കുറിച്ചും അതിനായിട്ടുള്ള നേരിട്ടുള്ള ഇഞ്ചക്ഷനുകളെ കുറിച്ചും അതിൻ്റെ ഓരോ പുതിയ മൊഡാലിറ്റീസ് പല ഇത് വരുന്ന, നമ്മൾ PRP, സ്റ്റെം സെല്ല് എല്ലാം കൊടുക്കുന്നത് നമ്മളെ ബോഡിയിൽ തന്നെയുള്ള ധാതുക്കൾ വെച്ചിട്ട്, പ്രൊഡക്റ്റ് വെച്ചിട്ട് അവിടെ റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഏത് കഴുത്തിലെ ഡിസ്ക് വേദന ആയിട്ടോ, ബാക്കിലെ ഡിസ്ക് വേദന ആയിട്ടോ, കാലിലോട്ടുള്ള ഷ്യാറ്റിക് ആയിക്കോട്ടെ, ഇതെല്ലാം ടൈം എടുത്ത് മാറുന്നതാണ്. റെഡ് ഫ്ലാഗ് സൈൻ, നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർജറി ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതോടെ തന്നെ ഫിസിയോതെറാപ്പി മെഡിസിൻ കഴിച്ചിട്ട് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കുന്ന സംഭവമാണ് ഡിസ്ക് റിലേറ്റഡ് ഷ്യാറ്റിക്ക, അല്ലെങ്കിൽ റാഡിക്കുലോപ്പതി, അല്ലെങ്കിൽ സെർവിക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയുന്ന വേദനകൾ. ഇത്രയാണ് ഡിസ്ക് വേദനകളെക്കുറിച്ചും അതിൻ്റെ പുതിയ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും പറയാനുള്ളത്. താങ്ക് യു.